കണ്ടോ നിൽക്കുന്ന എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല ചക്കര കുട്ടികളായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുളക് നിൽക്കുന്ന കണ്ടാലും എൻ്റെ മുകൾ ഭാഗം കണ്ടാലും വിചാരിക്കണ്ട ഗ്രഹണി പിടിച്ച് നിൽക്കുന്ന മാതിരി നിൽക്കുകയാണ് അല്ലേ. ഒന്നും പിടിച്ചിട്ടില്ല. അയ്യോ എന്തോ ഒരു കഷ്ടമാണെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ കണ്ടോ നമ്മുടെ മുളകിൻ്റെ അടിഭാഗത്ത് കണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി മുളക് കണ്ടോ. ഒരു പൂ പോലും നഷ്ടപ്പെടാതെ നല്ല അടിപൊളിയായിട്ടാണ് താഴ്ന്നേ മുളക് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ മുളക് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം അതേപോലെയാണ് മുളക് പിടിച്ചിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടെല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ചീമക്കൊന്ന ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കലക്കി വെച്ചേക്കുന്നത് അതും ഇങ്ങനെ മാറി മാറി കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പച്ചമുളക് പിടിച്ചിട്ടുമുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ സിമെൻറ്റ് ചാക്കിനകത്താണ് നട്ടിരിക്കുന്നത്. എന്നാൽ പോലും നല്ല സൂപ്പറായിട്ടാണ് എല്ലാം കിളിച്ചു നിൽക്കാണ്ട്. കാണുമ്പോൾ തന്നെ എന്താ സന്തോഷം നോക്കി. ഒരു കുഞ്ഞ് 2 കമ്പിനകത്ത് തന്നെ ഇത്രയുണ്ട്. അപ്പം ബാക്കി എല്ലാ കമ്പിനകത്തും ഇതേപോലെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുളകൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പല ടൈപ്പിലുള്ളതായ മുളകുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരെണ്ണം മതി ഒരു കറിക്ക് നോക്കിക്കേ, കൂടുതലൊന്നും വേണ്ട. ഒരു 35 ടൈപ്പ് വെറൈറ്റി പച്ചമുളക് നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് കണ്ടോ നിൽക്കുന്ന എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല ചക്കര കുട്ടികളായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കി നമുക്ക് സൂക്ഷിച്ചാൽ കടുവറുക്കാനൊക്കെ എടുക്കാം. നല്ല കുറേ മുളകുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുകയും ചെയ്യാം കണ്ടോ. അപ്പോൾ എല്ലാവരും ഒരു 10 മൂട് മുളകെങ്കിലും നടാനായിട്ട് ശ്രമിക്കണേ.